പ്രേക്ഷകർക്കും ന്യൂസ് വണ്ണിന്റെ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. സ്വദേശം കോട്ടയം. ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതുമെല്ലാം പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ പഞ്ചായത്തിൽ. കുടുംബശ്രീ പ്രവർത്തനത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനം വരെ എത്തി നിൽക്കുന്ന സുനിത ജോസഫാണ് നമുക്കൊപ്പമുള്ളത്. പോകാം സുനിത ജോസഫിന്റെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം, ന്യൂസ് വണ്ണിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഓരോ ദിവസവും ഓരോരോ വിശേഷങ്ങളും പരിപാടികളായിട്ട് പോവുകയാണ്. ഇത്രയും കാലം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ആ തിരക്കിലായിരുന്നു. അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ ആയിരുന്നു. ഇനി ദിവസേനയുള്ള പ്രവർത്തനത്തിന് പുറമെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിലെ അതിലേക്ക് കടക്കാൻ നമ്മളിപ്പോൾ പുതിയ ഒരു സാമ്പത്തിക വർഷം ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയെങ്കിലും ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടമൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിലേക്കൊന്നും അങ്ങോട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇനി കൂടുതൽ ശ്രദ്ധ അതിലേക്ക് കൊടുക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള ദിവസേനയുള്ള പ്രവർത്തനങ്ങളിലും അങ്ങനെ പങ്കാളികളായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഏകദേശം 150ഓളം കുട്ടികൾ 6 കലകളിലായിട്ട് അവിടെ അവരുടെ പഠിച്ച കലകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ 6 കലകൾ ഏതൊക്കെയാണ്? 6 കലകൾ എന്ന് പറയുമ്പോൾ പാട്ട്, മോഹിനിയാട്ടം, മദ്ദളം, തോൽപ്പാവക്കൂത്ത്, ഓട്ടൻ തുള്ളൽ, ചിത്രകല. ഇനി ബാക്കിയുള്ളത് 1.5 വർഷത്തെ കാലാവധിയാണ്. ഈ 1.5 വർഷം കൊണ്ട് ചെയ്തു തീർക്കണം എന്ന് ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ചെയ്ത് തീർക്കണം എന്ന് ഉദ്ദേശിക്കുന്നതല്ല, നമുക്ക് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നേരിടുന്ന വെല്ലുവിളി എന്നുള്ളത് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് തന്നെയാണ്. അപ്പോൾ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് 6 പഞ്ചായത്തുകളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജല ദൗർലഭ്യം, അത് കഴിഞ്ഞുപോയ വേനൽക്കാലം എന്നുള്ളത് നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് പരമാവധി കിട്ടുന്ന മഴയെ സംരക്ഷിക്കുന്ന മഴവെള്ളത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ ഭൂമിയിലിറക്കുന്ന രീതിയിൽ കുളം നവീകരണം, അതോടൊപ്പം തന്നെ ജലാശയങ്ങൾ നവീകരണമൊക്കെയാണ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത്. ഈ വർഷങ്ങളിലെല്ലാം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ജനങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഏത് തരത്തിലായിരുന്നു? ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഗ്രാമപഞ്ചായത്തിന് എന്ന പോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ദൈനംദിനമായിട്ട് ആളുകൾക്ക് നേരിട്ട് ഇടപഴകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്നാലും 6 പഞ്ചായത്തിലെയും ജനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് നല്ല സഹകരണത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 3.5 വർഷം കടന്നുപോയത് വലിയ ബുദ്ധിമുട്ടായിട്ടോ പ്രയാസമായിട്ടോ എങ്ങനെ കടന്നുപോയി എന്നുള്ളതോ നമുക്ക് കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷത്തിന് മുൻപ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വെള്ളിനേഴി പഞ്ചായത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങണമെന്ന് കരുതിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കുറച്ച് സ്ഥലം ഏറ്റെടുക്കുകയും അതിനൊരു ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് അതിന് വേണ്ട നടപടികളൊന്നും ഉണ്ടാവുകയോ അത് പൂർത്തീകരിക്കാനുള്ള ഒരു പ്രവർത്തനവും ബ്ലോക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായിരിക്കാം അതിന് കാരണം? അത് വെള്ളിനേഴി പഞ്ചായത്തിലല്ല, തൃക്കടീരി പഞ്ചായത്തിലാണ് ആ സ്ഥലം. ബ്ലോക്ക് പഞ്ചായത്ത് ഏകദേശം 20 വർഷങ്ങൾക്ക് മുന്നേ വാങ്ങി അവിടെ ഇട്ടതാണ്. അപ്പോൾ അത് ഒരു വ്യവസായ ആവശ്യത്തിന് വേണ്ടി എന്ന രീതിയിലാണ് അന്ന് അത് വാങ്ങിയത്. പിന്നീട് അതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ച് വന്നപ്പോൾ നമുക്ക് അവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനവും കഴിയില്ല. അവിടെ കാർഷിക ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ആ സ്ഥലം ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേയുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിലായിരിക്കാം അവിടെ കുറേ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം അവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ തൃക്കടീരി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് അവിടെ കാട് വെട്ടി വൃത്തിയാക്കി നമ്മുടെ സ്ഥലം നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഫലവൃക്ഷ തൈകൾ വെച്ച് ആ സ്ഥലത്ത് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരാഗ്രഹമാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഈ ശ്രീകൃഷ്ണപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനമായിട്ടൊരു എക്കോ ഷോപ്പ് ഉണ്ട്. അതിന് ആ കെട്ടിടം എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലം MLA P. ഉണ്ണി ആയിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. നാളെ ഇതുവരെയായിട്ടും ആ ഒരു കെട്ടിട നമ്പർ കിട്ടിയിട്ടില്ല. അത് കാരണം തന്നെ അതിൽ കറണ്ടുമില്ല. ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും തമ്മിലുള്ള പ്രശ്നത്തിൽ പെട്ടുകിടക്കുകയാണ്. അത് കാരണമാണ് ഈ സൗകര്യങ്ങളൊന്നും ഈ കെട്ടിടത്തിലേക്ക് എത്താത്തതെന്നാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത് കൊണ്ട് ചോദിക്കുന്നതാണ്. ശ്രീകൃഷ്ണപുരത്ത് അങ്ങനെ ഒരു എക്കോ ഷോപ്പ് ഉണ്ട്.
അത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഘടകസ്ഥാപനം എന്നുള്ള ആ പരാമർശം അത് ശരിയല്ല. മുൻ ഭരണസമിതിയുടെ സമയത്ത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കൃഷി ADAയുടെ അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടെ അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയും അതായത് നമ്മുടെ പ്രദേശത്തുള്ള കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിച്ച് ആവശ്യക്കാർക്ക് വിൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം എന്ന നിലയിൽ അവിടെ കെട്ടിടം പണിയുകയും അതിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായമാണ്. ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ചെറിയ തുക ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ആ കെട്ടിട നിർമ്മാണത്തിലേക്ക് കൊടുത്തു എന്നുള്ളതും ശരിയാണ്. പക്ഷേ നമ്പർ കിട്ടിയില്ല, അത് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല. അത് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണ്. നമ്പർ കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് അതിലേക്ക് കൃത്യമായിട്ട് അങ്ങനെ കൈകടത്താനുള്ള ഒരു എന്താ പറയുക, കൈകടത്താൻ സാധിക്കില്ല. ഒരു ചെറിയ തുക നിർമ്മാണ പ്രവർത്തനത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മുഴുവനായും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടല്ല, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടായതുകൊണ്ട് പ്രത്യേകിച്ചും നമ്പർ കൊടുക്കേണ്ടത് ഏത് സ്ഥലത്താണോ കെട്ടിടം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവരായതുകൊണ്ടും ശ്രീകൃഷ്ണപുരം പഞ്ചായത്താണ് ആ കെട്ടിടത്തിന് എന്താ നമ്പർ കൊടുക്കേണ്ടത്. കെട്ടിട നമ്പർ കിട്ടിയാലേ അവർക്ക് ബാക്കി കറണ്ട് കിട്ടുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അത് സത്യമാണ്. നമ്മുടെ ബ്ലോക്കിന്റെ സമീപത്ത് തന്നെ ഒരു ഖാദിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അല്ലേ? സിൽക്ക് കേന്ദ്രം, സിൽക്ക് സാരി നെയ്യുന്ന കേന്ദ്രം ഉണ്ടായിരുന്നു. അത് കുറച്ചു കാലം പ്രവർത്തിച്ചു വരികയും പിന്നീട് അത് നിൽക്കുകയുമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് അത് നിന്നുപോയത്? ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമീപത്തായിട്ട് ഒരു സിൽക്ക് സാരി നെയ്ത്ത് കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അത് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സിൽക്ക് സാരിക്ക് പ്രത്യേകിച്ചും ഖാദിയുടെ സിൽക്ക് സാരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിലയാണ്. ഏറ്റവും വില കുറഞ്ഞ സാരി എന്ന് പറയുന്നത് തന്നെ 8,000-ന് മുകളിലേക്കുള്ളതാണ്. അപ്പോൾ അത് വിറ്റൊഴിഞ്ഞു പോകുന്നതിൻ്റെ പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെ നെയ്ത സാരികൾ വിറ്റഴിഞ്ഞു പോവാത്തതുകൊണ്ട് തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് കൂലി കിട്ടാതെ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് കുറച്ചു കാലം അടച്ചിട്ടിരുന്നത്. ഇപ്പോൾ അത് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തിട്ട് അവിടെ ഒരുപാട് സാരി നെയ്ത് വരുമ്പം അതിനനുസരിച്ചൊരു വിൽപ്പന നടക്കുന്നില്ല. വില കൂടുതലായതുകൊണ്ട് വിൽപ്പന നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 2-3 പേര് ഇരുന്ന് ഇപ്പോഴും അതവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അല്ലേ? ഇനി സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിലേക്കാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് വിനിയോഗിക്കുമോ? ഇനി അടുത്ത ചാൻസിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ? അടുത്ത ചാൻസ് ഒക്കെ തീരുമാനിക്കുന്ന പാർട്ടിയും ജനങ്ങളുമാണ്. ഞാൻ ഓരോരുത്തരും അത് സ്വന്തമായിട്ട് തീരുമാനിക്കുന്നതല്ല. അപ്പോൾ ഈ കഴിഞ്ഞ പ്രവർത്തന കാലത്തെല്ലാം ആർക്കും ഒരു എന്താ പറയുക, ദേഷ്യമില്ലാതെ അല്ലെങ്കിൽ ആരോടൊരു വൈരാഗ്യമില്ലാതെ കഴിയാവുന്ന രീതിയിലൊക്കെ നന്നായിട്ട് മറ്റുള്ളവർക്ക് സേവനവും സഹായവും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ല. ഒരു പഞ്ചായത്ത് അംഗമായിട്ടായിരുന്നു തുടങ്ങിയത്, പിന്നീട് അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് വരുന്നു. ഈ പിന്നീടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ഈ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ 3 തസ്തികകളും അല്ലെങ്കിൽ സേവനങ്ങളും എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? അത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഓരോ അനുഭവങ്ങൾ എങ്ങനെയാണ്? പല തരത്തിലായിരിക്കുമല്ലോ ഈ 3 സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും പല തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. എങ്ങനെയായിരുന്നു അത്? 3ഉം നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, സ്ഥാനങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു വാർഡ് മെമ്പറായിട്ട് വന്നു കഴിയുമ്പം നമ്മൾ ആ ഒരു വാർഡിലെ ജനങ്ങളുമായിട്ട് നിരന്തരം ഇടപെടുക. അവരുടെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും അവർ വിളിക്കുന്ന ഒരു വാർഡ് മെമ്പറെയാണ്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, കെട്ടിട നികുതി അടയ്ക്കാനാണെങ്കിലും പെൻഷൻ്റെ പേപ്പർ ശരിയാക്കി കൊടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു സാധാരണ നമ്മുടെ വാർഡിൽ, നമ്മൾ നിൽക്കുന്ന വാർഡിലെ എല്ലാ ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളുമായിട്ട് ബന്ധം അന്നേരം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കരിമ്പുഴയിലാണ് വാർഡ് മെമ്പറായിട്ട് കയറിയത്. അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി വിശേഷം വെച്ചിട്ട് 4 വർഷം കഴിഞ്ഞപ്പോൾ ഭരണസമിതി അവിശ്വാസം കൊണ്ടുവരികയും അവിടെ ഉണ്ടായിരുന്ന UDFൻ്റെ ഭരണം മാറുകയും ഞാൻ CPM നേതൃത്വം നൽകുന്ന LDF ഭരണം ഞാൻ പ്രസിഡൻ്റായി കയറുകയും ചെയ്തു. 1 വർഷമാണ് നമുക്കവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ കോവിഡ് തുടങ്ങിയ ആ സമയം ആയതുകൊണ്ട് തന്നെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് അധികം അതിലേക്ക് അങ്ങോട്ട് പഞ്ചായത്തിൻ്റേതായ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 1 വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം, ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്തിലേക്കും കൂടെ കടക്കുന്നത് കൊണ്ട് ആ ഒരു സമയത്ത് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത്
നമുക്ക് അധികം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം നമ്മൾ ആ ബ്ലോക്ക് പഞ്ചായത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല രീതിയിൽ നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ 6 പഞ്ചായത്തുകളെയും നല്ല രീതിയിൽ കൂട്ടിയോജിപ്പിച്ച് ഭരണസമിതിയെയും കൂട്ടിയോജിപ്പിച്ച് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കിട്ടിയിരിക്കുന്ന ഘടക സ്ഥാപനങ്ങളെല്ലാം തന്നെ ആശുപത്രി ഒഴികെ കടമ്പഴിപ്പുറം CHC ഒഴികെ ബാക്കി ഘടക സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ ബ്ലോക്കിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ എല്ലാം ISO നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ്. അതുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനത്തിൽ ഒരു പ്രയാസം തോന്നിയില്ല. അത് മുന്നോട്ട് നയിക്കാൻ വളരെ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. നല്ല ആസ്വദിച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ 3 സ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിരുന്ന സ്ഥാനം ഏതായിരുന്നു? ഏതിലാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു, എനിക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു എന്ന് തോന്നുന്ന സ്ഥാനം ഏതായിരുന്നു? ജനങ്ങൾക്ക് നേരിട്ട് സഹായം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ പ്രവർത്തിച്ചപ്പോഴാണ്. അത് 4 വർഷവും നല്ല രീതിയിൽ ഞാൻ എൻ്റെ വാർഡിൽ ജനങ്ങളോടൊപ്പം തന്നെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു വർഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതും വീണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വന്നത്. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കിട്ടുമ്പോഴത്തേക്ക് ഉത്തരവാദിത്വം കുറച്ചുകൂടെ കൂടുന്നത് കൊണ്ട് വലിയ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ തവണ 2-3 തവണയായിട്ട് നമ്മൾ കേരളോത്സവമൊക്കെ നടത്തുമ്പോൾ നമ്മുടെ 6 പഞ്ചായത്തിലുള്ള യുവജനങ്ങളെ കോർത്തിണക്കി അവരെ യോജിപ്പിച്ച് മത്സരിപ്പിച്ച് അത് കഴിഞ്ഞ് അവരെ ജില്ലയിലേക്കൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് നമ്മൾ 1ാം സ്ഥാനമൊക്കെ വാങ്ങി വരുമ്പോൾ നമ്മുടെ ആ യുവജനങ്ങളുടെയൊക്കെ ഒരു സന്തോഷം, നമുക്ക് അതിനൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഏത് സ്ഥാനത്താണ് ഇരിക്കണമെന്നുള്ളതല്ല, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന അതോടൊപ്പം തന്നെ നമ്മളോട് ചുറ്റുമുള്ള ആളുകൾക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും പരമാവധി നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ 3 സ്ഥാനങ്ങളിലിരുന്ന സുനിത ജോസഫിനെയാണ് ജനങ്ങൾക്കറിയുക. ഇതല്ലാതെ ഒരു സുനിത ജോസഫ് ഉണ്ട്, കുടുംബിനിയായിട്ടുള്ള സുനിത ജോസഫ് അല്ലേ? ആ സുനിത ജോസഫിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ആ സുനിത ജോസഫ്? ഞാൻ നല്ലതാണെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മക്കൾക്ക് നല്ലൊരു അമ്മയായും ഭർത്താവിന് നല്ലൊരു ഭാര്യയായിട്ടും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എത്രമാത്രമാണ് ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നതിന്? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ പിന്നെ ഭർത്താവ് മാത്രമേ വീട്ടിലുള്ളൂ. കുട്ടികളൊക്കെ പഠിച്ച് ജോലി ആയതുകൊണ്ട് അവർക്ക് അമ്മ വീട്ടിലില്ലാത്തത് അവർക്കൊരു വിഷയമല്ല. എന്നാലും അവർ തുടക്കകാലത്ത് വാർഡ് മെമ്പറായിട്ട് പോകുമ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു. അവരൊരു പ്രയാസവും പറഞ്ഞിട്ടില്ല. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി അവരെ പഠനത്തിലും സഹായിച്ച് ബാക്കി കാര്യങ്ങളിൽ നമ്മൾ വാർഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പിന്തുണയാണ് കിട്ടിയിട്ടുള്ളത്. ഈ സുനിത ജോസഫിൻ്റെ കുടുംബം എങ്ങനെയാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് എന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാവും. അതും കൂടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, എൻ്റെ വീട്ടിൽ ഭർത്താവും 3 മക്കളുമാണ് ഉള്ളത്. ഭർത്താവ് സാധാ നാട്ടിൻപുറത്തെ പണിക്കാരനാണ്, സാധാ കൃഷിപ്പണി ചെയ്യുന്ന ആളാണ്. മക്കൾ 2 പെൺമക്കളും 3ാമത്തത് ആൺകുട്ടിയാണ്. ഇപ്പോൾ മൂത്ത മോള് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് സൗദി റിയാദിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. 2ാമത്തെ ആൾ BSc നഴ്സിംഗ് കഴിഞ്ഞ് PK ദാസിലെ ഒറ്റപ്പാലത്തുള്ള PK ദാസിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. 3ാമത്തെ ആണ് മോൻ. അവന് 22 വയസ്സാണ്. അവൻ ITI പഠിച്ചിട്ട് അബുദാബി പോയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കോട്ടയമാണ് സ്വദേശം അല്ലേ? ഈ കോട്ടയം പോലെയൊരു സ്ഥലത്ത് നിന്ന് പാലക്കാട് പോലെയൊരു ജില്ലയിലേക്ക് വന്നതെങ്ങനെയാണ്? ഞാൻ പാലക്കാട് കരിമ്പുഴ പഞ്ചായത്തിൽ ജനിച്ചയാളാണ്. പക്ഷേ അച്ഛനും അമ്മയും എൻ്റെ വീട്ടിൽ എനിക്ക് 3 സഹോദരങ്ങൾ കൂടിയുണ്ട്. ഞങ്ങളവിടെ 4 മക്കളാണ്, 3 ആണും 1 പെണ്ണും. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടെ കോട്ടയത്ത് കുറവലങ്ങാട് എന്നുള്ള അവരുടെ സ്വദേശത്ത് നിന്ന് കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ സ്ഥലം അന്വേഷിച്ച് അവർ ഇവിടെ എത്തിപ്പെട്ടതാണ്. അതിനുശേഷം ഞാനും എൻ്റെ താഴെ 2 സഹോദരങ്ങളും കൂടെ ജനിച്ച് ഞങ്ങൾ ഇവിടെ തന്നെയാണ് വളർന്നതും ഇതുവരെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കരിമ്പുഴ പഞ്ചായത്തിൽ തന്നെ. വിദ്യാഭ്യാസ കാലത്ത് രാഷ്ട്രീയമുണ്ടായിരുന്നു? ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വരെ എത്തി നിൽക്കുന്നത് കാരണം എല്ലാവർക്കും അതറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. എന്താണ്? പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ രംഗത്തിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അങ്ങനെ ഇരിക്കുമ്പം
കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ കുടുംബശ്രീയിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള കുടുംബശ്രീ സെക്രട്ടറി ആയിട്ട് വർഷങ്ങളായിട്ട് ഒരേ സ്ഥാനത്ത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കാം, ആ ജനങ്ങളുമായിട്ടുള്ള അടുപ്പം കൊണ്ടായിരിക്കാം 2015 തിരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ഞാൻ താമസിക്കുന്ന വാർഡ് കരിമ്പുഴ പഞ്ചായത്തിലെ 9ാം വാർഡാണ്. ആ 9ാം വാർഡ് വനിതാ സംവരണം വന്നു കഴിഞ്ഞപ്പോൾ അവിടേക്ക് എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുകയും ഞാൻ അങ്ങനെ മത്സരരംഗത്തേക്ക് വരികയാണ് ചെയ്തത്. ഈ തോന്നുന്നുണ്ടോ ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് പൊതുപ്രവർത്തന രംഗം എന്നുള്ളത് തോന്നുന്നുണ്ടോ? പൊതുപ്രവർത്തന രംഗം എന്നുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനൊരു ജനപ്രതിനിധി ആയിരിക്കണമെന്നില്ല. നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് അറിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നാൽ അത് പൊതുപ്രവർത്തനമാണ്. അതിന് തിരഞ്ഞെടുക്കപ്പെടണമെന്നില്ല. അത് ഇനിയാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടില്ല, ആ ഒരു സ്ഥാനത്തേക്ക് നിൽക്കാതെ ആണെങ്കിലും ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ഒരു വീട്ടമ്മ എന്ന നിലയിലാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവരോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. അതുപോലെ അങ്ങോട്ട് തുടരും. ഭർത്താവും മക്കളും രാഷ്ട്രീയത്തിൽ സജീവമാണോ? എന്താണ് മക്കളുടെ രാഷ്ട്രീയ നിലപാടുകൾ? എന്താണ്, എങ്ങനെയാണ്? മക്കള് രാഷ്ട്രീയത്തിൽ സജീവമല്ല. അവരുടെ പഠിത്തം, അത് കഴിഞ്ഞപ്പോൾ ജോലി, അങ്ങനെ പോവുകയാണ്. ഭർത്താവ് നേരത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം ഞാനിതിലേക്ക് ഇറങ്ങിയപ്പം ആളൊന്ന് പുറകിലേക്കായിട്ടുണ്ട്. ഇനിയുള്ള രാഷ്ട്രീയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവായിട്ടുള്ള രാഷ്ട്രീയമാണ്. കുതികാൽ വെട്ടും അല്ലാതെയും തൊഴുത്തിൽ കുത്തും അങ്ങനെ പല പല വാക്കുകൾ കൊണ്ട് നമുക്ക് ആറാടാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള രാഷ്ട്രീയ രംഗമാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന രാഷ്ട്രീയ തലമുറയ്ക്കാണെങ്കിലും അല്ലെങ്കിലുള്ള മറ്റ് തലമുറയ്ക്കാണെങ്കിലും സാധാരണ തലമുറയ്ക്കാണെങ്കിലും നൽകാൻ പറ്റുന്ന ഉപദേശം എന്തായിരിക്കും? കഴിയുന്ന രീതിയിൽ നന്നായിട്ട് നമ്മോടൊപ്പം ഉള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൽ ജാതിമത വർഗീയത ഒന്നും നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശേഷവും എല്ലാവരുടെയും കൂടെ ഒരു ജനപ്രതിനിധിയാണ് എന്ന രീതിയിൽ ആരെയും മാറ്റി നിർത്താതെ കഴിയാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിൽ സ്വന്തം താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ മാറ്റി വെച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യം വന്ന സലീഗയ്ക്ക് ശേഷം വരുന്ന വനിതാ പ്രസിഡന്റാണ് സുനിത ജോസഫ് അല്ലേ? അതെ. ആ ഒരു വനിതാ പ്രാതിനിധ്യം വന്നപ്പോൾ എങ്ങനെയായിരുന്നു കിട്ടിയ ട്രീറ്റ്? ഒരു വനിതയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അതോ വനിതയാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നയിക്കുന്ന സാഹചര്യമാണോ ഉണ്ടായിട്ടുള്ളത്? എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങൾ? ഒരു വനിതാ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് എവിടെയും മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാവരും ജെൻഡർ ഈക്വാലിറ്റിയൊക്കെ അങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് കൊണ്ടാണോ, എന്തായാലും തുല്യത ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പുറകോട്ട് നിർത്തൽ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ വനിത എന്നുള്ളത് കൊണ്ട് നമുക്ക് എവിടെ ചെന്നാലും ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ സത്യമാണ്. ഒരുപാട് തിരക്കുകളുണ്ടെന്നറിയാം. എന്നാലും ആ തിരക്കുകൾക്കിടയിലും ഞങ്ങൾക്ക് വേണ്ടി കുറച്ചധികം സമയം ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിച്ച ശ്രീകൃഷ്ണപുരം പാരാമൗണ്ട് ബേക്കേഴ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. വീണ്ടും മറ്റൊരു അതിഥിയുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് നിമ്യ ചന്ദ്രൻ.